അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ അൽ മക്സൂർ പഠിച്ചു. ഇറാബ് പ്രത്യക്ഷപ്പെടാത്ത നമ്മൾ ഇറാബിനെ കണക്കാക്കുക. ഇറാബില്ലാത്തതുകൊണ്ട് ഇറാബിനെ കണക്കാക്കാൻ അൽ മക്സൂർ പഠിച്ചു. ഇനി അൽ മങ്കൂസ് രണ്ടാമത്തെ ഇനം നോക്കാം. അൽ മങ്കൂസ് 3 ഇനമുണ്ട്. അതിൽ രണ്ടാമത്തെ ഇനം അൽ മങ്കൂസ്. ഹുവൽ ഇസ്മുൽ മുഅറബ്, അത് മുഅറബായ ഇസ്മാണ്. അല്ലദി ആഖിറുഹു യാ ഉ ലാസിം മക്സൂറൻ ഖബ്ലഹ. അപ്പോൾ അതിൻ്റെ അവസാനത്തിൽ യാ ആണ്. ഉദാഹരണം അൽ കാലി. കാലി എന്ന് പറഞ്ഞാൽ ജഡ്ജി. അൽ മുഹാമി, മുഹാമി എന്ന് പറഞ്ഞാൽ വക്കീൽ. അസാനി, സാനി എന്ന് പറഞ്ഞാൽ സെക്കൻഡ്. അൽ മാലി, മാലി എന്ന് പറഞ്ഞാൽ അൽ മാലി. അൽ വാദി എന്ന് പറഞ്ഞാൽ വാലി. അൽ മആനി, അൽ മആനി എന്ന് പറഞ്ഞാൽ അർത്ഥം. അൽ വാദി എന്ന് പറഞ്ഞാൽ താഴ്വര. തുഖദ്ദിറു ഫീഹി ലമ്മത്തി വൽ കസ്റത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൽ മങ്കൂസിൻ്റെ പ്രത്യേകത അവസാനത്തിൽ യാ വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത ലമ്മത്തും കസറത്തും ഇതിൽ കണക്കാക്കും. ഫത്തുൽഹറു ഫീഹി ഫത്ഹത്തും, പക്ഷെ ഫത്ഹത്ത് പ്രത്യക്ഷമായിരിക്കും. ഫത്ഹത്താവുമ്പം ഈ കലിമകൾ, ഈ മങ്കൂസ് ഇസ്മു കലിമകൾ ഫത്ഹത്താവുമ്പോൾ പ്രത്യക്ഷമാവും. ലമ്മത്തും കസറത്തുമാണ് കണക്കാക്കുക. ഉദാഹരണം സാൽ അൽ കാലി, കാലി ചോദിച്ചു അൽ മുഹാമിയ, വക്കീലിനോട്, അനിൽ ജാനി, കുറ്റവാളിയെക്കുറിച്ച്. അപ്പോൾ ഇവിടെ സഅല ചോദിച്ചു. ആര് ചോദിച്ചു? അൽ കാലി. അപ്പോൾ അൽ കാലി എന്താണ്? ഫായിൽ മർഫു ആണ്. ആരോടാ ചോദിച്ചത്? അൽ മുഹാമിയ, വക്കീലിനോട്. അപ്പോൾ അത് മഫൂലും ബിഹി മൻസൂബ്. അനിൽ ജാനി, കുറ്റവാളിയെ കുറിച്ച്. അപ്പോൾ അതിന് ഹർഫ് ജറാണ്. അപ്പോൾ അൽ ജാനി മജൂറായിരിക്കണം. അൽ മുഹാമിയ മഫൂലും ബിഹി ആയിരിക്കണം, മൻസൂബ്. അൽ കാദി ഫായിൽ മർഫു ആയിരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതിൻ്റെ ഇറാബ് നമ്മളെങ്ങനെ പറയാം? തഖൂലു ഫി ഇറാബി ഹാദിഹിൽ കലിമാത്ത്, ഈ കലിമകളുടെ ഇറാബ് നമ്മൾ പറയുന്നു. അൽ കാലി ഫായിലുൻ മർഫൂൻ, ഫായിലാണ്, മർഫു ആണ്. അലാമത്തു റഫി, അതിൻ്റെ അടയാളം, റഫിൻ്റെ അടയാളം ലമ്മത്തുൻ മുഖദ്ദറത്തുൻ, ലമ്മത്തായിട്ട് കണക്കാക്കും. കാരണം ഫായിലാണ്, അപ്പോൾ ലമ്മത്തായിട്ട് കണക്കാക്കണം. ഇത് മങ്കൂസാണ്. അവസാനത്തിൽ യാ വരുന്ന മങ്കൂസായ ഇസ്മാണ്. അപ്പോൾ ഹർക്കത്ത് ഉണ്ടാവില്ല, അപ്പോൾ കണക്കാക്കലാണ്. ഇത് ഫായിലായതുകൊണ്ട് നമുക്കറിയാം, ഫായിൽ മർഫു ആയതുകൊണ്ട് ലമ്മത്തായിട്ട് കണക്കാക്കണം. ഇനി അൽ മുഹാമിയ, ഇവിടെ ശ്രദ്ധിക്കുക. അൽ മുഹാമിയ ഇത് മഫൂലും ബിഹി മൻസൂബാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഒഴിവുണ്ട്. അതായത് ഇവിടെ അലാമത്തുൻ നസ്ബിഹി, നസ്ബിൻ്റെ അടയാളം ഫതഹത്തുൻ, ഫതഹത്താണ്. അത് മുഖദ്ദറല്ല, കണക്കാക്കലല്ല. ഇവിടെ ലാഹിറന്നെയാണ്, ഇവിടെ ലാഹിറന്നെയാണ്. അപ്പോൾ മങ്കൂസായ ഇസ്മുകളിൽ മൻസൂബാവുമ്പം അത് ലാഹിറായിരിക്കും, ഫതഹത്ത് വെളിവാകും, ഫതഹത്ത് വെളിവാകും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഫതഹത്തും ലാഹിറാന്ന് പറയാം, ഫതഹത്ത് മുഖദ്ദറല്ല. കാരണം ഇവിടെ ഫതഹത്ത് ഉണ്ട്, അപ്പോൾ അതിന് മുഖദ്ദറാന്ന് പറയൂല. ഇനി അടുത്ത നോക്കൂ. അൽ ജാനി, കുറ്റവാളി, മജ്റൂറാണ്. കാരണം എന്താ? ബി അൻ, അന്ന് കാരണം ഹർഫു ജർ ആയതുകൊണ്ട് അൽ ജാനി ഇസ്മു മജ്റൂറാണ്. അപ്പോൾ അലാമത്തു ജർഹി, ജറിൻ്റെ അടയാളം കസറത്തുൻ മുഖദ്ദറത്തുൻ, കസറത്തായിട്ട് കണക്കാക്കും. ബാറക്കല്ലാഹു ഫീക്കും. കസറത്തായിട്ട് കണക്കാക്കും. അപ്പോൾ അൽ മങ്കൂസിൽ റഫിൻ്റെ അടയാളവും ജറിൻ്റെ അടയാളവും ലമ്മത്തായിട്ടും കസറത്തായിട്ടും കണക്കാക്കും. നസ്ബിൻ്റെ അടയാളം ഫതഹത്ത് പ്രത്യക്ഷമാണ്, കണക്കാക്കലല്ല.
ബാറക്കല്ലാഹു ഫീക്കും. ഇനി വഖദ് യകൂനുൽ മൻകൂസു മഹ്ദൂഫൽ യായി. ഇനി മൻകൂസിൽ യാ പോകാം. എങ്ങനെ യാ പോകാം? ദഹബ കാലിൻ ഇലാ മുഹാമിൻ. കാലി പോയി വക്കീലിൻ്റെ അടുത്തേക്ക്. ഇവിടെ ആ കാലി നോക്ക്, ഇവിടെ ഇപ്പോൾ യാ ഇല്ല. എങ്ങനെ യാ പോയത്? അപ്പോൾ മുകളിൽ നമുക്കറിയാം അൽ കാലി എന്ന് പറഞ്ഞപ്പോൾ അവിടെ യാ ഉണ്ട്. അപ്പോൾ അല്ല് വരുമ്പോൾ തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ അല്ല് പോയാൽ എന്ത് സംഭവിക്കും? കാലിയുൻ എന്ന് പറഞ്ഞ തൻവീനോടെ വരും, കാലിയുൻ. പക്ഷെ കാലിയുന് എന്ത് സംഭവിച്ചു? കാലക്രമേണ ആ യാവും പോയി, ആ ലമ്മത്തിൻ്റെ തൻവീനും പോയിട്ട് കാലിന്നായി. യാ പോയി, കാലക്രമേണ അതിൻ്റെ ഉപയോഗത്തിൽ യാ പോയിട്ട് കാലിന്നായി. അപ്പോൾ യാ പോയി, ഞാൻ്റെ മുകളിലുള്ള കാലിയുൻ ആ ലമ്മത്തും പോയിട്ടാണ് കാലിന്നായത്. അപ്പോൾ ദഹബ കാലിൻ ഇലാ മുഹാമിൻ. ഇപ്പോൾ മുഹാമിയും അങ്ങനെ തന്നെ. അൽ മുഹാമി, ആ യാ പോയി, അലിഫ്ലാമ് പോയി, അപ്പോൾ മുഹാമിയുന്നായി. ആ മുഹാമിയുന് കാലക്രമേണ എന്ത് സംഭവിച്ചു? യാവും പോയി, ആ ലമ്മത്ത് തൻവീനും പോയി. അപ്പോൾ അലിഫ്ലാമ് പോയ തൻവീന് വരണമല്ലോ. അപ്പോൾ ലമ്മത്ത് തൻവീൻ എന്തായി? പോയി, എന്നിട്ട് കസറത്തായി മുഹാമിൻ. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ പറയാം? തഖൂലു ഫി ഇറാബി ഹാത്തേനിൽ കലിമത്തേനി. ഈ രണ്ട് കലിമകളുടെ ഇറാബ് നമ്മൾ പറയുന്നു, കാലിനും മുഹാമിനും. അതിന് ഇറാബ് എങ്ങനെ പറയാ? കാലിൻ ഫായിലുൻ മർഫൂൻ, മർഫൂവാണ്, ഫായിലുൻ മർഫൂൻ. അലാമത്തു റഫിഹി ലമ്മത്തുൻ മുഖദ്ദറ. റഫിൻ്റെ അടയാളം എന്താ? ലമ്മത്തുൻ മുഖദ്ദറ, ലമ്മത്തായിട്ട് കണക്കാക്കണം, കാരണം ഫായിലാണ്. അലൽ യാഇൽ മഹ്സൂഫത്തി, യാ പോയത് കാരണം, യാ പോയത് കൊണ്ട്. അലൽ യാഇൽ മഹ്സൂഫത്തി, യാ പോയത് കൊണ്ട് ലമ്മത്തായിട്ട് കണക്കാക്കണം. ഇത് അതിൻ്റെ റഫിൻ്റെ അടയാളം. ഇത് ഫായിലുൻ മർഫൂനാണ്. അതേപോലെ മുഹാമിൻ, അത് മജ്റൂറാണ്. ബി ഇല, ഇല വന്നുകൊണ്ട് ഇലാ മുഹാമിനാണ്. അപ്പോൾ ഇല വന്നുകൊണ്ട് മുഹാമിൻ മജ്റൂറാണ്. അപ്പോൾ അലാമത്തു ജറിഹി, ജറിൻ്റെ അടയാളം കസറത്തുൻ മുഖദ്ദറത്തുൻ, കസറത്തായിട്ട് കണക്കാക്കുക. അലൽ യാഇൽ മഹ്ദൂഫത്തി, യാ പോയത് കാരണം, യാ പോയത് കാരണം കസറത്തായിട്ടാണ് കണക്കാക്കേണ്ടത്, കസറായിട്ടാണ് കണക്കാക്കേണ്ടത്. അതിൻ്റെ ജറിൻ്റെ അടയാളം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതെല്ലാം ശരിക്കും പഠിക്കുക. ബുക്ക് 1ഉം ബുക്ക് 2ഉം നമ്പറിൽ ശരിക്കും പഠിച്ചവർക്ക് ഇത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ബുക്ക് 3യിൽ നമ്മൾ കുറച്ചും കൂടി ആഴത്തിലും കുറേ കാര്യങ്ങൾ പഠിക്കും. മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല, പക്ഷേ അത് മനപ്പാടാക്കിയിട്ട് പഠിക്കേണ്ടതുണ്ട്, എഴുതി പഠിക്കേണ്ടതുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും.